Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Oh Jesus, you are my Lord. Oh Jesus, you are my healer. Oh Jesus, you are my Savior. Oh Jesus, you are my Lord. Divine healer, divine healer. ഷീന തന്നെ വന്നല്ലോ, അല്ല അച്ചാച്ചൻ വന്നിട്ടുണ്ട്. ഹസ്ബൻഡ് ഇവിടെ ഉണ്ടെങ്കിൽ സാധിക്കുമെങ്കിൽ സ്റ്റേജിലേക്ക് വരിക. അന്ന് ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നല്ലേ? ആൺകുട്ടിയാ. കുഞ്ഞിൻ്റെ പേരെന്താ? ജോവാൻ. അന്ന് ഈ മോൾക്ക് ക്യാൻസർ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ഈ കുഞ്ഞിനെ ഗർഭിണിയായിരുന്നു. ഇത് മെഡിക്കൽ റിപ്പോർട്ടാണോ? ആ, ഇത് സ്കാനിങ്ങിൻ്റെ റിപ്പോർട്ട് എല്ലാമായിട്ടാണ് ഈ മകള് എത്തിച്ചേർന്നിരിക്കുന്നത്. സ്കാനിങ് റിപ്പോർട്ടെല്ലാം ഇതിനകത്തുണ്ട്. പറഞ്ഞു. എൻ്റെ പ്രേസ്തലോൺ ഞാൻ ഗർഭിണിയായിരുന്നപ്പം എൻ്റെ എനിക്ക് തൈറോയിഡിൻ്റെ അസുഖമുള്ളായിരുന്നു. അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് ഇങ്ങനെ കഴുത്തിൽ കുറേ മുഴകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. ഡോക്ടറിൻ്റെ പറഞ്ഞപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞു നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്യാം, തൈറോയിഡിൻ്റെ ആണെങ്കിൽ ഇപ്പോൾ കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അങ്ങനെ സ്കാൻ ചെയ്തിട്ട് വന്നപ്പോഴത്തേക്കും ഡോക്ടർ പറഞ്ഞ് തൈറോയിഡിൻ്റെ അത്ര കാര്യമായിട്ടൊന്നും തോന്നുന്നില്ല, നമുക്ക് ഒന്ന് കഴുത്തിൽ നിന്ന് കുത്തിയെടുത്ത് ടെസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ബെൻസീർ ഹോസ്പിറ്റലിലോട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അയച്ചിരുന്നു. ഞാൻ അന്നേരം പോയില്ല. ഡോക്ടർ പറഞ്ഞപ്പോൾ ഇവിടെ വന്ന് ധ്യാനം കൂടിയിട്ട് ധ്യാനം തീർന്നു കഴിഞ്ഞാണ് ഞാൻ പോയത്. പോയപ്പോഴത്തേക്കും ടെസ്റ്റ് ചെയ്യാൻ നോക്കിയപ്പോൾ എൻ്റെ കഴുത്തിൽ ഒരു മുഴ പോലും ഇല്ലായിരുന്നു. അവിടുത്തെ ഡോക്ടർ ചോദിച്ച് കഴുത്തിൽ ഷീനയുടേത് തന്നെയാണോ ഈ സ്കാൻ റിപ്പോർട്ടെന്ന് ചോദിച്ച്. ഞാൻ പറഞ്ഞു അതെ എൻ്റെതാണ്. അപ്പോൾ അവർ നോക്കിയിട്ട് മുഴയൊന്നും കണ്ടില്ല, കുത്താൻ നോക്കിയിട്ട് ഒരു ഇതും കണ്ടില്ല. എന്നിട്ട് അവർ എനിക്ക് പ്രഗ്നൻ്റ് ആയിരുന്നു. എനിക്ക് ഡോക്ടർ ഒരു ലെറ്റർ തന്നു വിട്ടുകൊണ്ട് അവർ ആ സ്ഥാനത്തൊന്ന് ചുമ്മാ ടെസ്റ്റ് ചെയ്ത് നോക്കി. ആ റിപ്പോർട്ട് ഡോക്ടറിൻ്റെ കൊണ്ടുപോയപ്പോൾ ആ 3 ഡോക്ടർമാർക്കും അതിശയമായിരുന്നു. ആ റിപ്പോർട്ട് ഇപ്പോഴും ഡോക്ടർ സൂക്ഷിച്ചിരിക്കുകയാണ്. എനിക്ക് എപ്പോഴെങ്കിലും ഇങ്ങനെ ഒരു കംപ്ലയിൻറ്റ് വരുവാണെങ്കിൽ ആ സെക്കൻഡ് ചെല്ലണം എന്നാണ് എൻ്റെ അടുത്ത് അന്നേരേ പറഞ്ഞു വിട്ടിരിക്കുന്നത്. ഇതിപ്പോൾ ഞാൻ സ്കാൻ ചെയ്ത റിപ്പോർട്ടാണ്. ഇത് ദൈവത്തിനോടായിരുന്നു എന്ന് പറയുന്നു. മെഡിക്കൽ റിപ്പോർട്ടുമായിട്ടാണ് വന്നിരിക്കുന്നത്. ക്യാൻസറിൻ്റെ മുഴകളൊന്നും കഴുത്തില്ല. കഴിഞ്ഞ ധ്യാനത്തിൽ അത്ഭുതമായിട്ട് സൗഖ്യം പ്രാപിച്ചു. നമുക്ക് കർത്താവ് ഒരു സൗഖ്യം നൽകിയാൽ, അനുഗ്രഹം തന്നാൽ നമ്മളത് പറയണം. എന്തിനാ പറയുന്നത്? യേശുവിൻ്റെ മഹത്വത്തിനായിട്ട്. യേശുവിലെ സൗഖ്യം തരുന്നത് അത് ഇത്ര ഗൗരവമുള്ളൊരു അവിടെ ചെന്ന് പരിശോധിക്കുമ്പോൾ ഡോക്ടർമാർക്ക് അത്ഭുതമായിപ്പോൾ അല്ലേ? ഡോക്ടർമാർ ചോദിച്ചു എന്ത് ചെയ്തു, ഏത് ധ്യാനകേന്ദ്രത്തിലാണ് പോയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഞാൻ ധ്യാനകേന്ദ്രത്തിലൊന്നും പോയില്ല, സാഹു ബ്രദറിൻ്റെ ധ്യാനം ഇവിടെ വന്ന് അതിൽ പോയതാണ് എന്ന് പറഞ്ഞ്. ഞാൻ ഇവിടെ വന്നിട്ട് ഞാൻ ഈ മുഴയെപ്പറ്റി പ്രാർത്ഥിക്കുകയോ എടുക്കുകയോ ഒന്നും ചെയ്തില്ല. ബ്രദർ ഇവിടെ തലയ്ക്ക് പിടിക്കുമ്പോഴെല്ലാം ഞാൻ എല്ലാ ദിവസവും ഓടി വന്ന് നിൽക്കുമായിരുന്നു. എല്ലാ ദിവസവും വന്ന് നിൽക്കും. അപ്പോൾ ലാസ്റ്റ് ദിവസം മോന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് ബ്രദർ എൻ്റെ അടുത്ത് ചോദിച്ചു മോളുടെ പേരെന്തുവാ? ഞാൻ പറഞ്ഞു ഷീന. ഞാൻ പ്രാർത്ഥിച്ചോളാം എന്ന് പറഞ്ഞിട്ട് പോയി. ഞാൻ മനസ്സിൽ വിഷമിച്ചത് ദൈവമേ ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന ഇത്രയും ചിലവ്, അതിൻ്റെ ഇടയ്ക്ക് പിന്നെയും ഓരോ അസുഖം എന്ന് മാത്രമേ പ്രാർത്ഥിച്ചുള്ളൂ. ഈ മുഴയെ ദൈവം അത്ഭുതമായിട്ട് എടുത്ത് മാറ്റിയത്. ദൈവത്തിനൊരായിരം നന്ദി. എന്തൊരു കരുണയാണ് കർത്താവിൻ്റെ സ്നേഹവും കരുണയും അല്ലേ? നമ്മൾ ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചാൽ, കണ്ണുനീരോടെ പ്രാർത്ഥിച്ചാൽ ഉടൻ യേശു നമുക്ക് ഉത്തരം നൽകും. ഈ കുടുംബത്തെ ഓർത്ത് നമുക്ക് നന്ദി പറയാം. ഈ മകൾക്ക് ക്യാൻസർ രോഗത്തുനിന്ന്, ക്യാൻസറിൻ്റെ മുഴകളിൽ നിന്ന് കർത്താവ് പൂർണ്ണമായിട്ട് സൗഖ്യം നൽകി. വലിയ കരുണയ്ക്ക് നന്ദി പറയാം. നമുക്ക് പ്രാർത്ഥിക്കാം. നിങ്ങൾ ഓരോരുത്തരും രോഗമുള്ള ഭാഗങ്ങളിലേക്ക് നിങ്ങളുടെ കരങ്ങൾ വയ്ക്കുക. യേശുനാമത്തെ വിളിച്ച് സ്തുതിക്കട്ടെ. അവൻ്റെ ക്ഷതങ്ങളാൽ നിങ്ങൾ സൗഖ്യമുള്ളവരാക്കപ്പെട്ടിരിക്കുന്നു. യേശുവേ, അങ്ങയുടെ മുറിവേറ്റ കരം വയ്ക്കണമേ. അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. അത്ഭുത സൗഖ്യം ലഭിക്കട്ടെ. നടുവ്
നട്ടല്, ഡിസ്കുകള്, അസ്ഥികള് സൗഖ്യമാവട്ടെ. ഒടിഞ്ഞ അസ്ഥികൾ കൂടിച്ചേരട്ടെ. ബോൺ ക്യാൻസർ വിട്ടുമാറട്ടെ. അകന്നുപോയ എല്ലുകൾ കൂടിച്ചേരട്ടെ. കർത്താവേ, കരുണയോടെ അസ്ഥി രോഗങ്ങളാൽ വിഷമിക്കുന്നവരെ സൗഖ്യമാക്കണമേ. വീഴ്ചയിൽ ഒടിഞ്ഞ നടുവിൻ്റെ അസ്ഥികൾ ഇപ്പോൾ കൂടിച്ചേരട്ടെ. കർത്താവിൻ്റെ അത്ഭുത നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത ശക്തിയാൽ സൗഖ്യം ഇപ്പോൾ സംഭവിക്കട്ടെ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം. ആമേൻ. Oh Jesus, you are my Lord.